ശുദ്ധമായ പശുവിൻ പാല് എങ്ങനെയാണ് പാൽപ്പൊടിയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ കൂടെ തന്നെ ഹോട്ട് എയർ പാസ് ചെയ്യുമ്പോഴാണ് ഈ പാല് പൊടിയായി മാറുന്നത്. അളവിൽ വ്യത്യാസമുള്ള ഈ ഒരു മിൽമയുടെ പാക്കറ്റിനെ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തട്ടിക്കളയും. 6 മണിക്കൂർ എടുക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മുടെ ഈ പൗഡർ പ്ലാന്റിൽ നടക്കുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റാണ്, മിൽക്ക് പൗഡർ ഫാക്ടറിയാണ് നമ്മളുടേത്. ഒരു ദിവസം 10 മെട്രിക് ടൺ പൗഡർ ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് നമ്മളുടേത്. കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കട്ട് തിന്നിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ ഒരു പാൽപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി എങ്ങനെയൊക്കെ നമ്മൾ കട്ട് തിന്നാലും ഈസി ആയിട്ട് പിടിക്കപ്പെടും. അപ്പോൾ ആ ഒരു പാൽപ്പൊടിയുടെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മിൽമ ഡയറിയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് പൗഡർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനകത്ത് നിന്ന് മിൽമയുടെ ഈ ഒരു പാൽപ്പൊടി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ക്ഷീര കർഷകൻ്റെ നിന്ന് സൊസൈറ്റി കളക്ട് ചെയ്ത പാല് ഈ ടാങ്കർ ലോറി മുഖാന്തരമാണ് മലപ്പുറം ഡയറിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പാല് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ടാങ്കിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. പുറത്തുനിന്ന് പാല് കണ്ടെയ്നറിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് നേരെ സ്റ്റോർ ചെയ്യുന്നത് ബാക്കിൽ കാണുന്ന സ്റ്റോറേജ് ടാങ്കറിലാണ്. ഇവിടെയാണ് പാൽപ്പൊടി ആകുന്ന ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഈ പൗഡർ പ്ലാന്റിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ രശ്മി മാഡം ഉണ്ട്. മാഡം നമസ്കാരം. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി ഞങ്ങൾ പറഞ്ഞു തരണം. നമ്മളിപ്പോൾ ടാങ്കർ വന്നതിന് ശേഷം ലബോറട്ടറിയിൽ നിന്ന് സ്റ്റാഫ് പോയി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ പുറകിൽ കാണുന്ന സൈലോയിലേക്ക് ഇതിനെ അൺലോഡ് ചെയ്യും. നമ്മുടെ പാല് BMCകളിൽ നിന്ന് ഓൾറെഡി തണുത്ത പാലാണ് നമുക്ക് വരുന്നത്. എന്നാലും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ചില്ലറിൽ കൂടി തണുപ്പിച്ച് 4 ഡിഗ്രിന് താഴെ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ സൈലോയിലേക്ക് അൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പാസ്ചറൈസേഷൻ ചെയ്ത് നമ്മൾ പൗഡർ പ്ലാന്റിലേക്ക് പൗഡർ ഉണ്ടാക്കാനുള്ള പാൽ ഇവിടെ നിന്നാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ പാലിനെ 72 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി 4 ഡിഗ്രി താഴേക്ക് തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ പാലിനുള്ളിലെ അപകടകാരികളായത് അതായത് രോഗം തരുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ പ്ലാന്റിൽ ഇവിടെ 2 പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന് പാസ്ചറൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറിനേക്ക് ആവശ്യമായ പാലിനെ നമ്മളൊരു പർട്ടിക്കുലർ ഫാറ്റിനും SNFും അടിസ്ഥാനത്തിലാണ് ആ പാലിനെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫാറ്റ് SNF ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. പാസ്ചറൈസ് ചെയ്ത് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് പാൽ എത്തിയോ ഇല്ലയോ എന്ന് വീണ്ടും ലബോറട്ടറിയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൗഡർ ഫാക്ടറിയിലേക്ക് ഇത് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം നടക്കുന്നത് ക്ലോസ്ഡ് ചാമ്പറിലാണ്. മാത്രമല്ല ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് ഒന്നും കാണാൻ സാധിക്കില്ല. സ്റ്റാൻഡർഡൈസേഷനും പാസ്ചറൈസേഷനും ശേഷം പാല് നേരെ വരുന്നത് ഈ സെക്ഷനിലേക്കാണ്. മാഡം ഇവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? ഇവിടെ നമുക്ക് മെയിനായിട്ട് ഈ സെക്ഷനിൽ ഇവാപ്പറേഷനാണ് നടക്കുന്നത്. പാലിൻ്റെ ഒരു കുറുക്കൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. പാലിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് മാറ്റുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഏകദേശം 12% പാലിനെയാണ് നമ്മൾ ഇവിടത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഏകദേശം 48% കോൺസെൻട്രേറ്റഡ് മിൽക്കായിട്ട് മാറ്റുന്നത് ഈ കലണ്ടറിയിൽ കൂടി കടത്തി വിടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആക്ച്വലി ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സാണ് പറയുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് മെക്കാനിസങ്ങളുണ്ട്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. പാലിനെ പ്രോപ്പറായിട്ട് കോൺസെൻട്രേഷൻ ഫോമിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഈ പാൽപ്പൊടി നിർമ്മിക്കുമ്പോൾ പഞ്ചസാര മിക്സ് ചെയ്യാറുണ്ടോ? 3 ടൈപ്പ് പാൽപ്പൊടിയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് സ്കിംഡ് മിൽക്ക് പൗഡർ, പിന്നെ ഹോൾ മിൽക്ക് പൗഡർ, പിന്നെ ഡയറി വൈനർ. ഈ ഡയറി വൈനറാണ് ഈ മധുരമുള്ള പാൽപ്പൊടി. അപ്പോൾ ആ ഡയറി വൈനറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ മിക്സ് ചെയ്യുന്ന ടാങ്ക്. അപ്പോൾ ഇതിനകത്താണ് മിക്സ് ചെയ്യുന്നത് അല്ലേ? അതെ, ഇതിനുള്ളിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഷുഗർ സിറപ്പ് നമ്മൾ പാലുമായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷമാണ് ഇവാപ്പറേഷനിലേക്ക് വിടുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇവാപ്പറേറ്റ് ചെയ്ത പാല് കോൺസെൻട്രേറ്റഡ്, അതായത് 48% ടോട്ടൽ സോളിഡിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയ പാലാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ കോൺസെൻട്രേറ്റഡ് ടാങ്കുകളിലേക്ക് വരും. ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ ഹൈ പ്രഷർ പമ്പ് വെച്ച് നമ്മുടെ സ്പ്രേ ഡ്രൈയിങ് സെക്ഷനിലേക്ക് പാലിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്പ്രേ ഡ്രൈയിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ ഈ ഹൈ പ്രഷർ പമ്പ് വെച്ചിട്ട് നമ്മൾ 5th ഫ്ലോറിലുള്ള സ്പ്രേ ഡ്രയറിൻ്റെ ടോപ്പിലേക്കാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന്. ആക്ച്വലി ഇവിടെ നിന്നാണ് പാല് പൊടിയായി മാറുന്നത്. അപ്പോൾ മാഡം അതെങ്ങനെയാണ് പാല് പൊടിയായി മാറുന്നത്? നമ്മളിപ്പം താഴത്തെ ഫ്ലോറിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് മിൽക്ക് ഹൈ പ്രഷർ വെച്ച് മേലേക്ക് പമ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ശരിക്കും നോസിൽസ് ആണ് യൂസ് ചെയ്തത്, അട്ടോമൈസേഴ്സ്, ലാൻസ് അട്ടോമൈസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പൈപ്പിലൂടെയാണ് നമ്മുടെ പാല് സ്പ്രേ ഡ്രയറിൻ്റെ ചേമ്പറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഹോട്ട് എയർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഹോട്ട് എയറും നമ്മുടെ പാലും കൂടി മിക്സ് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു പൗഡർ ഫോമിലേക്ക് പാല് മാറുന്നത്. ആക്ച്വലി ഹൈ പ്രഷറിൽ പാല് പമ്പ് ചെയ്യും, വളരെ ഫൈൻ രീതിയിൽ, അത് വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ രീതിയിലാണ് സ്പ്രേ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹോട്ട് എയർ പാസ് ചെയ്യുമ്പോഴാണ് ഈ പാല് പൊടിയായി മാറുന്നത്. സ്പ്രേ ഡ്രൈയിങ്ങിന് ശേഷം നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ എന്താ പ്രോസസ്സ് നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ 5th ഫ്ലോറിൽ നിന്നാണ് ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയത്. അപ്പോൾ 5th മുതൽ 2nd ഫ്ലോർ വരെ നമ്മൾ സ്പ്രേ ഡ്രൈയിങ് സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് സ്പ്രേ ഡ്രൈയിങ് അവസാനിക്കുന്നത്. ഈ അവസാനിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നതാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ മേക്കപ്പ് ചെയ്യുന്നത് ഹോട്ട് എയറുമായിട്ട് മിക്സ് ചെയ്ത് പൗഡറായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹയർ ടെമ്പറേച്ചറിലായിരിക്കും പൗഡർ ഉണ്ടാവുക. പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളതൊരു 30 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുന്നത്. ആ ടെമ്പറേച്ചർ നമ്മൾ ഹോട്ടായിട്ടുള്ള പൗഡറിനെ 30 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു സെക്ഷനിൽ നടക്കുന്നത്. സൈസ് കൂടുതലുള്ള പൗഡറിന് ഇവിടെ നമ്മളൊരു ഫിൽറ്റർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനായിട്ടുള്ള പൗഡർ മാത്രമാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുന്നത്. നമ്മുടെ പാല് ഇതേ പാൽപ്പൊടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ റൂമിലാണ്. ഇവിടെയാണ് ക്വാളിറ്റി ചെക്കൊക്കെ നടത്തുന്നത് പൗഡറിൻ്റെ. അപ്പോൾ നമ്മുടെ കൂടെ QAT ഉണ്ട്. നമസ്കാരം, എന്തായിരുന്നു പേര്? അശ്മിന. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെ ക്വാളിറ്റി ചെക്കാണ് പൗഡറിന് ചെയ്യുന്നത്? പൗഡറിന് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഓരോ അരമണിക്കൂറിലും 4 ടെസ്റ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മോയ്സ്ചർ, ബൾക്ക് ഡെൻസിറ്റി, ഇൻസോലബിലിറ്റി, വെറ്റബിലിറ്റി. ഇത് നമ്മൾ അരമണിക്കൂർ കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാറാണ്. ഇതിന് പുറമെ നമ്മൾ ഫാറ്റ് നോക്കുന്നുണ്ട്, അസിഡിറ്റി, പിന്നെ ഡയറിവേറ്റൻ്റ് ആണെങ്കിൽ കോഫി ടെസ്റ്റ്. ആക്ച്വലി മെയിനായി ചെയ്യുന്നത് 4 ടെസ്റ്റുകളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 4 ടെസ്റ്റുകളാണ്. ഇതെല്ലാം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ടെസ്റ്റ് ചെയ്യും. മാത്രമല്ല ഓരോ ബാച്ചിനും ടെസ്റ്റ് ചെയ്യും. പാൽപ്പൊടിയുടെ ഫൈനൽ ക്വാളിറ്റി ചെക്ക് നടത്തുന്നത് ഈ ക്വാളിറ്റി അനാലിസ്റ്റ് ആണ്. ഇവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇത് പാക്കിങ്ങിലേക്ക് പോകുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ റൂമിനകത്താണ്, അതായത് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നമുക്ക് ചോദിക്കാം. എന്തായിരുന്നു പേര്? എൻ്റെ പേര് രാഹുൽ. എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? എന്തൊക്കെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാറ്, പ്രോപ്പറായി മോണിറ്റർ ചെയ്യാറുണ്ടോ? പിന്നെ മോണിറ്റർ നമ്മൾ ഈ പ്ലാന്റ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ റൂമിൽ. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിലെ ജലാംശം മാക്സിമം നമ്മൾ കുറച്ച് പൗഡർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. ഇപ്പോൾ എന്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നമുക്കിവിടെ കാണാൻ പറ്റും. പ്ലാന്റിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നവും നമുക്കിവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം ഇവിടെ മോണിറ്റർ ചെയ്യും. എല്ലാം നമ്മൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് മോണിറ്റർ ചെയ്യുന്നത്. പ്രൊഡക്ഷന് ശേഷമുള്ള ക്ലീനിങ്ങും നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യുക. മിൽമയുടെ പാൽപ്പൊടിയുടെ നിർമ്മാണത്തിന് ശേഷം ഫൈനലായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിങ്ങിന് ശേഷം നേരെ വരുന്നത് ഈ കാണുന്ന ഫില്ലിംഗ് മെഷീനിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് സെഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പാക്കിംഗ് സെഷനാണിത്. അപ്പോൾ നമുക്ക് വേണ്ട സൈസിൽ ഈ ഒരു പാൽപ്പൊടി പാക്ക് ചെയ്തെടുക്കും. ഈ ഒരു മിൽമയുടെ പാൽപ്പൊടിയുടെ പാക്കിംഗ് എല്ലാം ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സാണെന്നുണ്ടെങ്കിലും അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വെയിറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാക്ക് റിജക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പാക്കിംഗ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ പോലും അതെല്ലാം റിജക്റ്റ് ചെയ്യും. ഈ ഫില്ലാവുന്ന പാൽപ്പൊടി 500 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ 500 ഗ്രാം ഇവിടെ ഡിറ്റക്ട് ചെയ്യും. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ അതിനെ റിജക്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഫുള്ളായിട്ട് നടക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് പാക്കിംഗ് സെഷൻ ആയതുകൊണ്ട് ഇത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. കാരണം കൃത്യമായിട്ട് പാൽപ്പൊടി വരുന്നു, അത് പാക്ക് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ബൈൻഡൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മളിലേക്ക് ഇനി എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പാൽപ്പൊടിയുടെ നിർമ്മാണമാണ് ഈ കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ CIP സെക്ഷനാണ്. CIP എന്ന് വെച്ചാൽ ക്ലീനിങ് ഇൻ പ്ലേസ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് ക്ലീനിങ് ചെയ്യും. പ്രൊഡക്ഷന് മുന്നും പ്രൊഡക്ഷന് ശേഷവും ക്ലീൻ ചെയ്യും. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ്, ആൽക്കലി, ഹോട്ട് വാട്ടർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം അതിൻ്റെ ടാങ്കുകളാണ്. ആസിഡ്, ആൽക്കലി, ഹോട്ട് വാട്ടർ ടാങ്കുകളാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് 6 മണിക്കൂർ എടുക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മുടെ ഈ പൗഡർ പ്ലാന്റിൽ നടക്കുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നായിട്ടും പൗഡർ പ്രൊഡക്ഷന് ശേഷവും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ പൈപ്പ് ലൈനുകളും, ടാങ്കുകളും, വാൽവുകളും എല്ലാതും ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മേഡം, നമ്മുടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? പ്ലാന്റ് 2024 ഡിസംബറിലാണ് നമ്മൾ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറി പ്രൊജക്റ്റാണ്. കേരള സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടുകൂടി മലബാർ മിൽമ 131 കോടി രൂപ മുടക്കി പണി കഴിപ്പിച്ച പ്രോജക്റ്റാണ് നമ്മുടെ ഈ മിൽമ മലപ്പുറം ഡയറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ടും മിൽക്ക് പൗഡർ ഫാക്ടറിയാണ്. അത് നമുക്ക് ഒരു ദിവസം 10 മെട്രിക് ടൺ പൗഡർ ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് നമ്മളുടേത്. പിന്നെ അത് കൂടാണ്ട് നമുക്കിവിടെ പാസ്ചറൈസേഷൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാനുള്ള യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്ലേവേഡ് മിൽക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ മിൽക്ക് പൗഡർ മാത്രമാണ്. 2 മാസത്തിനുള്ളിൽ നമ്മൾ
മറ്റ് പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ടാക്കി തുടങ്ങും. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റാണ്, മിൽക്ക് പൗഡർ ഫാക്ടറിയാണ് നമ്മളുടേത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ പാൽപ്പൊടി എത്തി തുടങ്ങിയോ എല്ലാവരുടെയും? എല്ലായിടത്തും കേരളം മുഴുവൻ നമ്മളിപ്പോൾ പാൽപ്പൊടി സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ പാൽപ്പൊടി സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനു മുമ്പ് മിൽമയുടെ ഐസ്ക്രീം പ്ലാന്റിൽ ചെന്ന് ഐസ്ക്രീമൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് ആ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു പാൽപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിൽമയുടെ പ്ലാന്റിൽ വന്നിട്ട് ഈ ഒരു പാൽപ്പൊടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പാൽപ്പൊടി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഈ ഒരു പാൽപ്പൊടിയുടെ പ്രത്യേകത. അപ്പോൾ ഗ്രീൻ മാംഗോ കസിൻസ് മലപ്പുറം ജില്ലയിലെ മിൽമ ഡയറിയിൽ വന്നു നല്ല അടിപൊളിയായിട്ടുള്ള പാൽപ്പൊടിയുടെ നിർമ്മാണമൊക്കെ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീട്ടിൽ കണ്ടവരെ എല്ലാവർക്കും ബൈ.